ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. എന്റെ പൊന്നോ, ഒന്ന് ഉത്സവത്തിന് പോയി വന്നതേ ഓർമ്മയുള്ളൂ. അങ്ങ് ആൾക്കൂടെ ക്ഷീണിച്ചില്ലാണ്ടായി പോയി. ചേടാ, ഈ വാച്ചത് എവിടെ വെച്ചേ? ആളിലും ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. ഓ, എന്താണ് ചേച്ചി, ഒന്ന് പതുക്കെ വിളിച്ചോടെ. അടുത്തല്ലേ നിൽക്കുന്നേ, അല്ലാണ്ട് അപ്പുറത്തെ കണ്ടത്തിലൊന്നുമല്ലല്ലോ. മനുഷ്യന്റെ ചെവി അടിച്ചു പോയി. ഓരോട് ചോദിച്ചിട്ടടി എന്റെ ഡ്രസ് എടുത്തിട്ടേക്കുന്നേ. ഓ, ഏതായിരുന്നോ ഇത്? ചേച്ചിക്ക് പാകല്ലെന്ന് ചേച്ചിയല്ലേ പറഞ്ഞേ? പാകല്ലെന്ന് വെച്ച് നിന്നോട് താരം എടുത്തിടാൻ പറഞ്ഞേ? ഇതെന്ത് ചോദ്യം ചേച്ചി? ചേച്ചിക്ക് എന്തായാലും പാകമാണില്ലല്ലോ. അപ്പൊ പിന്നെ വെറുതെ വെച്ച് പോപ്പിക്കാൻ എന്തിനാ? എനിക്കിങ്ങനെ ഉപകാരപ്പെടൂലേ? ആദ്യം എടുത്തിട്ടെ. ഇപ്പൊ എന്താ ഒരു വീക്കം വെച്ചോണ്ടല്ലോ മനുഷ്യ 2 മിനിറ്റ് തല ചാഞ്ഞതുള്ളൂ. അപ്പത്തേക്കും എന്റെ ഡ്രസ് ഇട്ടോണ്ട് വന്ന് നിൽക്കണില്ലേ? എനിക്ക് ഇപ്പൊ തന്നെ ഊരിയ ഡ്രസ് കേൾത്താ. അയ്യയ്യേ, എന്തോന്ന് ചേച്ചി ഇത്? എന്തായാലും ചേച്ചിക്ക് പാകമാവുന്നില്ലല്ലോ. ഞാനെങ്കിലും ഇടട്ടെന്നേ. അങ്ങനെ നീ തൽക്കാലം ഇടണ്ട കേട്ടാ. എനിക്ക് പാകമാണില്ലെങ്കിലേ കുറച്ച് തുണി വെച്ച് കുറച്ചുകൂടി വലുതാക്കി ഞാൻ അടിച്ചോളാം. എന്നാലും നിനക്ക് ഞാൻ തരത്തില്ല. മര്യാദയ്ക്ക് അയച്ച് കൈ തന്നോ, ആണ് നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അലമാറുള്ള ഫുൾ ഡ്രസ്സും ഞാൻ എടുത്തിടും. പറഞ്ഞേക്കാം, നിന്നെ പറ്റി അറിയാലോ. ആ തന്നെ, അതും കൂടെ ഒന്ന് കാണില്ലല്ലോ. ചേച്ചി എന്റെ അലമാറ തുറക്കണത് ഓർമ്മയുണ്ടാവുള്ളൂ. ആ സ്പോട്ടിൽ തന്നെ ചേച്ചിയുടെ അലമാറ തുറന്ന് ഉള്ള എല്ലാ പുതിയ ഡ്രസ്സും ഞാൻ എടുത്തിടും. പറഞ്ഞേക്കാം, ചേച്ചിക്കും എന്നെ പറ്റി നന്നായിട്ട് അറിയാലോ. എന്തോന്നാണ് ഇത്? വീടാണ് ചന്തപ്പയ്യ, രണ്ടും കൂടെ തുടങ്ങിയോ? സ്കൂള് പൂട്ടിയ ഒരു ദിവസം കഴിഞ്ഞില്ല, അപ്പൊ തന്നെ തുടങ്ങി മനസ്സിന് സ്വയം ഇല്ലാണ്ടാക്കാൻ. അതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടതാ. ഇപ്പൊ നോക്കിയേ, ഇതിപ്പോ തന്നെ അയച്ചു തരുന്ന പറഞ്ഞ് ചേച്ചി വാശി പിടിക്കുന്നേ. എന്തോന്ന് വീണ ഇത്? നിനക്ക് പാകാവാത്ത ഡ്രസ്സല്ലേ? പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പാകാവുന്നില്ലെന്ന് വിചാരിച്ച് അതെ ഞാൻ എന്തേലൊക്കെ കാണിച്ച് എനിക്ക് പാകാക്കിക്കോളാം. അത് കരുതി എന്നോട് ചോദിക്കാതെ എടുത്തിടാൻ ആരോട് പറഞ്ഞേ? ഓ, ഇപ്പൊ നിന്നോട് ചോദിക്കാതെ എടുത്തിട്ടാണോ പ്രശ്നം? നിനക്കൊന്ന് എടുക്കാൻ നേരത്തെ അവളോടൊന്ന് ചോദിച്ചിടായിരുന്നോ? പിന്നെ എന്റെ സാധനങ്ങളൊക്കെ ചേച്ചി എടുക്കുമ്പോ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണല്ലോ എടുക്കാറ്. കണ്ടാമേ, ഇവളെ ഈ അഹങ്കാരത്തിനാ ഞാൻ ഒരു സാധനം അവൾക്ക് കൊടുക്കാത്തെ. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് നന്ദിയെങ്കിലും ഉണ്ടാവോ? അത് കാണത്തില്ല. ആ പിന്നെ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേ കണക്കേക്കും തിരിച്ച് അങ്ങോട്ടും. ഒന്ന് മതിയാക്കണേ, അയൽവക്കക്കാർക്കൊന്നും സമാധാനത്തോടെ ഇരിക്കണ്ടേ? സ്കൂള് പൂട്ടിയാ തുടങ്ങിക്കോളെ രണ്ടെണ്ണം. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ ഡ്രസ് ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടണം. വേഗം അവളോട് അയച്ചു തരാൻ പറയേ. മുടിയാതെ തമ്പുരുവേ, നീ എന്റെ അടുത്ത് വേടിക്കും കേട്ടാ. അമ്മ നോക്കമ്മ. ഓന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ പിള്ളേരെ? എടി നിനക്ക് ചേർത്തായതല്ലേ, അവളൊന്ന് ഇട്ടോട്ടെന്നേ. പറ്റില്ല. അവൾ എന്തെങ്കിലും സാധനം എനിക്ക് അവൾ തരുന്നുണ്ടോ? അതേപോലെ എനിക്ക് ചേർത്തായാലും വേണ്ടില്ല, അവൾക്ക് ഞാൻ കൊടുക്കത്തില്ല. എനിക്ക് എന്റെ ഡ്രസ് ഇപ്പൊ തന്നെ വേണം. അവളോട് അയച്ചു തരാൻ പറയമ്മേ. അപ്പോ ചേച്ചിക്ക് ഈ ഡ്രസ് വേണം അല്ലേ? അതല്ലേ ഇത്ര നേരം കിടന്ന് കാർന്നേ? മര്യാദയ്ക്ക് എന്റെ ഡ്രസ് അയച്ച് എന്റെ കയ്യിൽ തന്നോ? അതാ നിനക്ക് നല്ലത്. അതാണ് ചേച്ചിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ തരാമേ. അതിനു മുന്നേ നിക്കേ, അമ്മനോടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഓ, നിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ആയിക്കോട്ടെ. എനിക്കിപ്പോ എന്റെ ഡ്രസ് വേണം. വേഗം തരാൻ നോക്കേ. ഒന്ന് വെയിറ്റ് ചെയ്യ് ചേച്ചി. എന്നിട്ട് ചേച്ചി ആലോചിക്കേ, ഡ്രസ് തിരിച്ച് മേടിക്കണോ വേണ്ടയോന്നൊക്കെ. ഈ ടോൺ അത്ര പോരല്ലോ ചേച്ചി. ചേച്ചിന്റെ കയ്യിൽ ഏതെങ്കിലും ബ്ലൂ കളറ് കുപ്പിവളന്റെ സെറ്റ് ഉണ്ടോ? ബ്ലൂ കുപ്പിവള എന്റെ അടുത്ത് അങ്ങനെ ഒരു കളറ് വള തന്നെ ഇല്ല. അതിലും കുപ്പിവളൊന്നും എന്റെ കയ്യിൽ തീരില്ല. അല്ല അമ്മേ, അമ്മയ്ക്ക് എന്നെ അറിഞ്ഞൂടെ? പിന്നെ നിന്റെ അടുത്ത് എത്ര സെറ്റ് വളയുണ്ട്, എന്തൊക്കെ ഡിസൈൻ ഉണ്ട്, എന്തൊക്കെ കളർ ഉണ്ടെന്ന് നോക്കി കുത്തിരിക്കലാണല്ലോ.
എന്തേ? അല്ല പച്ചക്കിളി പച്ചയും പൊതിഞ്ഞ് ഇത് എങ്ങോട്ടാ? പൊന്നോ, ഈയിടായിട്ട് നിന്റെ ഗ്രൈൻഡർ പല്ലും കാട്ടിട്ടുള്ള ദേഷ്യം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടടി. ആഹാ, അങ്ങനെ എങ്ങോട്ടാണോ പോണേ? ഹേയ്, വേണ്ട വേണ്ട, നീ തന്നെ പോ. എന്തായാലും ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഒരു ടിപ്പ് പറയാം. ഇവിടുന്ന് എന്റെ മുന്നിൽ തൊള്ളിട്ട് കയറുന്ന പോലെ അവന്റെ മുന്നിലൊന്നും തൊള്ളിട്ട് കയറാൻ നിൽക്കണ്ട. നിന്റെ ഗ്രൈൻഡർ പല്ല് കണ്ടാ തന്നെ ചെക്കൻ പേടിച്ചോടിപ്പോ. അതുകൊണ്ട് കുറച്ച് നോക്കിയാ കേട്ടോ. പിന്നെ പറയണ ആളെ കേട്ടതൊന്നും ഇയാള് വലിയ ഷാറുഖാനാണ്. കണ്ണാടി നോക്കിയാ മതി കേട്ടോ. ചേട്ടൻ തന്നെ അറ്റാക്ക് വന്ന് തീരാതിരുന്ന ഭാഗ്യം. പിങ്കി, ദേ നിന്നെ വിളിക്കാനായിട്ട് ഉണ്ണിമോള് തമ്മിൽ വന്നിട്ടുണ്ട്. വേഗം വാ. ദേ വരുന്നമ്മേ. ചെല്ല് പിങ്കി, പോയി നിന്റെ മങ്കിനെ മീറ്റ് ചെയ്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഇതിനുള്ളത് വന്നിട്ട് ഞാൻ തരാം കേട്ടോ. എന്താ ഒരു മനസ്സുഖം. അല്ലേലും സൈലന്റ് ആയിട്ടിരിക്കുന്ന കണ്ട അങ്ങനെ വിടാൻ പാടില്ലെന്നേ. എന്തേലൊക്കെ കുത്തിയും തോണ്ടിയും വയലന്റ് ആക്കി വിടണം. എന്നാലല്ലേ നമുക്കൊരു എന്റർടൈൻമെന്റ് ആവോ. ഈ വെക്കേഷനെങ്കിലും അടിപൊളി ടൂർ പോവായിരിക്കും. പറഞ്ഞിട്ട് എന്ത് കാര്യം, അതിനൊക്കെ അഡ്മിൻ മനസ്സ് വെക്കണ്ടേ. അല്ലടാ, എങ്ങോട്ടാ ഈ പോണത്? അത് നാട്ടില് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വേണ്ടി പോവാ. ഓ, അത് ശരി. ഹേ ബേബ്, നീ ഉണ്ടായിരുന്നോ? പോണ മാങ്ങാത്തലയാ. അല്ല, ഇവിടെ ഒരുങ്ങാൻ പോയിട്ട് എത്ര നേരമായി? പൈങ്കിളി, അവള് കണ്ണാടിന്റെ മുന്നിൽ നിന്നാലേ വരാൻ കുറച്ച് പാടാ. നീ ഒന്ന് പോയി നോക്കിയേ. ആടി, നിക്ക്, അവള് വിളിച്ചോണ്ട് വരാം. വേഗം ചെല്ലേ. പുറത്തേ ലജ്ജ ചേച്ചി വെയിറ്റ് ചെയ്യുവാ. നമ്മള് പോവാൻ വൈകി കഴിഞ്ഞാലേ അവർക്ക് ബുദ്ധിമുട്ടാവും. അവളോട് വേഗം വരാൻ പറയേ. ഓക്കേടി. അല്ല, നിങ്ങളിപ്പോ എയർപോർട്ടിലേക്കാണ് പോകുന്നേ? അതെ. എന്തിനാ? അത് നിനക്ക് എൽസിൻ അറിയത്തില്ലേ? ഓ, അറിയാലോ. എൽസിൻ സാറിയും പിന്നെ സാറിന്റെ ചേട്ടനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. വൗ, റിയലി? അവര് വരുന്നുണ്ടോ? അതെ. മൈ ഗോഡ്, ഒറ്റയ്ക്ക് യൂട്യൂബ് എങ്ങനെ പണി കൊടുക്കുന്നു ആലോചിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ കൂട്ടുന്നതേ ഒന്നല്ല രണ്ട് പേര്. അവരെങ്ങനെങ്കിലും കൂട്ടുപിടിച്ച് ഇവറ്റങ്ങൾക്ക് ഒരു കിടിലം പണി കൊടുക്കണം. പങ്കിളിന്റെ വാക്കും കേട്ട് നിങ്ങളൊക്കെ എനിക്ക് എന്തോരം പാര വെച്ചിട്ടുള്ളതാ. എങ്ങനെയെങ്കിലും ആ എൽസിനെ സാറിനെ ഫ്രണ്ട് ആക്കിയിട്ട് അവരെ കൂടെ നിന്ന് നിങ്ങൾക്ക് എന്തേലും ഒരു മുട്ടം പണി തരും. നോക്കിയിരുന്നോ? അല്ല, ഈ ജോലി എന്തിനാ സാറ് എൽസി വന്നേനെ ഇത്ര അധികം സന്തോഷിക്കുന്നേ? ഓ, അല്ലേലും എനിമിക്ക് എനിമി ദോസ്തെന്നാണല്ലോ. അപ്പൊ പിന്നെ അവക്ക് എന്തായാലും ഇവരെ കൂടെ കൂടാന്നുള്ള വല്ല പ്ലാൻ ഉണ്ടാവും. മൂന്നെണ്ണം കൂടെ എന്തെങ്കിലും പണിയായിട്ട് ഞങ്ങളടുത്ത് വന്നു നോക്കേണ്ടേ? ഞങ്ങൾ ആരാന്ന് നിങ്ങൾ തികച്ചറിയും. അപ്പോ ആകെ മൊത്തത്തില് ഈ വെക്കേഷന് എന്തൊരു മുട്ടം പണി വരാനുണ്ട്. അതുറപ്പാ. കാരണം 3 ദുഷ്ടശക്തികളും ഒരുമിച്ച് ലാൻഡ് ആയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്തൊക്കെ നടക്കാൻ പോണോ എന്തോ. എന്തായാലും എല്ലാത്തിനും ഞങ്ങൾ റെഡിയാ. അല്ല തമ്പ്രു, നിങ്ങൾ എങ്ങനെ പോകുന്നേ? നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? ലച്ചു ചേച്ചിയും ജേസൻ ചേട്ടനും ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുവാ. ഞങ്ങളെയും കൂടെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കൂടിയാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നേ. കാറിലോ? അല്ല, കാറില് നിങ്ങൾ ഇത്ര പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമോ? അത് മാത്രമല്ല, അവരും കൂടെ വരുമ്പോ എല്ലാരും കൂടെ കാറിൽ ഒരുമിച്ച് എങ്ങനെ? എല്ലാവർക്കും വഴി പ്രയാസമാവത്തില്ലേ? അതൊന്നും ഒരു ബുദ്ധിമുട്ടാവത്തില്ല. അല്ലെങ്കിലും അവര് 3 പേരെ വരുന്നുള്ളൂ. അവരെ പാരന്റ്സ്, അതായത് ജാസ്മിൻ ആന്റിയും ജോസങ്ങളൊന്നും വരുന്നില്ല. അവര് വരാനേ ഒരു 2 ഡേയ്സ് പിടിക്കുന്ന പറഞ്ഞേ. അതേപോലെ സോഫി ആന്റി വെക്കേഷൻ കഴിയാൻ നേരത്തെ വരത്തുള്ളൂ. സാറേനെയും ജിമ്മിനെയും കൂട്ടാന്, അല്ലാതെ അവര് വരത്തില്ല. അതൊക്കെ ഓക്കെ. എന്നാലും നിങ്ങൾ 3 പേര്, പിന്നെ അവര് 3 പേര്, പോരാത്തതിന് ലച്ചു ചേച്ചി, ജേസൺ ബ്രോ. അപ്പൊ പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് വരുമ്പോ തന്നെ കാറില് തിങ്ങിക്കൂടില്ല വരാൻ പറ്റുമോ? അതിനെക്കാട്ട് വെറുതെ നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതല്ലേ? എന്തായാലും അവര് വരുവാണെങ്കിൽ നിങ്ങൾ വിട്ടോണ്ടല്ലേ വരാ. അല്ല, നിന്റെ പ്രശ്നം ഇപ്പൊ എന്താ? ഞങ്ങൾ തിങ്ങിക്കൂടി വരെ മടിയിലിരുന്ന് വരെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. നിനക്കിപ്പോ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അല്ല, നിങ്ങൾ എപ്പോഴാണ് റീച്ച് ആവാ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാനല്ല കാർ ഓടിക്കാൻ പോണേ. എന്തായാലും അവരിവിടെ എത്തല്ലോ. എനിക്കാണെങ്കിൽ അവരെ കാണാൻ നല്ല എക്സൈറ്റ് ആവുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തെ കൊല്ലം കണ്ടതാ. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ലല്ലോ. അയിനെ അല്ല, അപ്പൊ തന്നെ ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവരെ കാണാണ്ട് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്നേ. അത് മാത്രമല്ല, ഞാൻ ഇൻസ്റ്റയിലൊക്കെ അവരോട് ചാറ്റ് ചെയ്യാറുണ്ട്. ഓഹോ,
വലിയൊരു സംഭവം നടത്താൻ പോവാ. എന്തേ? ഹേയ്, ഒന്നുമില്ല. ആ, അങ്ങനെ ഞങ്ങൾ ചാറ്റൊക്കെ വല്ലപ്പോഴും ചെയ്യാറുണ്ട്. അതാ കാണാൻ എക്സൈറ്റ് ആവാ. എന്തായാലും അവര് വന്നു കഴിഞ്ഞാ ഒന്ന് അറിയിക്കേ, ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. തമ്പുരു, ഞാൻ പോയിട്ട് വരേ. ആ, ഓക്കേ ഋഷി. തമ്പിയോ, പോവാ. റെഡി ആയോ? എങ്ങനെയുണ്ടെടി? കൊള്ളാമോ? നിനക്ക് എന്താടി ഭയങ്കരേ? നീ അടിപൊളിയല്ലേ? അതന്നെ ഞാനും ഒരു 100 വട്ടം പറഞ്ഞേ. എന്നിരുന്നാലും വീണ്ടും വീണ്ടും അവൾ അതന്നെ ചോദിക്കുന്നേ. ചോദിക്കാണ്ടിരിക്കോ? മതി മതി, വാ നമുക്ക് പോവാം. പോവാം. ഏട്ടാ, എന്താടാ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഗൗതമും ഫ്രണ്ടിന്റെ വണ്ടിയിൽ വന്നോളാന്നേ. ചേട്ടൻ എന്തിനാ റിസ്ക് എടുക്കുന്നേ? അത് മാത്രല്ല, ഇവിടെ ബാക്കിൽ ഈ 3 സീറ്റല്ലേ ഉള്ളൂ. വേറെ എക്സ്ട്രാ സീറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാരും പാടി ഒരുമിച്ച് എങ്ങനെ പോവാനാ? അവർക്ക് ഡിസ്റ്റർബ് ആകത്തില്ലേ? അതുകൊണ്ട് ചേട്ടൻ ചെല്ലുന്നേ, ഞങ്ങള് വേറെ വണ്ടിയിൽ വരാം. അതൊന്നും വേണ്ട, കാണുന്ന പോലെയല്ല. 3 സീറ്റ് ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. ലച്ചു ചേച്ചിന്റെ പ്രസവത്തിന് പോകുമ്പോ എങ്ങനെയായിരുന്നു? അമ്മയും അച്ഛനും നീയും ഞാനും എല്ലാരും ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടല്ലേ വന്നേ. അപ്പോ നമുക്ക് തന്നെ സ്ഥലം ധാരാളല്ലായിരുന്നോ? പിന്നെന്താ, അതൊക്കെ എല്ലാവർക്കും സ്ഥലം തികഞ്ഞോളും. അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിലേ അപ്പം നേരം വല്ല ക്യാപ്പ് ബുക്ക് ചെയ്യാം. നീ ഇപ്പോ മിണ്ടാതിരിക്കേ. അതല്ല ബ്രോ, അത് പിന്നെ അവര് പാവം, അവർക്ക് അറിയത്തില്ലല്ലോ ഞങ്ങളും കൂടെ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ അവർക്ക് ധാരാളമായിട്ട് ഇരിക്കാൻ കഴിയത്തില്ലെന്നേ. 3 പേരുണ്ടല്ലോ, പിന്നെ ഞങ്ങള് പോരാത്തതിനും. അതുകൊണ്ട് ബ്രോയും ചേച്ചിയും അവരെല്ലാരും ഒരുമിച്ച് വാ. ഞങ്ങള് ഫ്രണ്ടിന്റെ ഏട്ടന്റെ വണ്ടിയിൽ വരാന്നേ. ദേ അലക്സ്, ഞാൻ പറഞ്ഞേ, അങ്ങനെ ആരെ വിശ്വസിച്ച് ഇപ്പത്തെ കാലത്ത് ഒറ്റയ്ക്ക് വിടാനൊന്നും പറ്റത്തില്ല. നീ മിണ്ടാതെ വരാൻ നോക്കിയേ. അതുമാത്രല്ല, അവനെ എങ്ങനെ ഓടിച്ചു പോകുന്ന അറിയത്തില്ല. ഇപ്പോഴാണെങ്കിൽ പല ആക്സിഡന്റ് കേസും നേരിട്ട് കാണാതും കേൾക്കണതൊക്കെയാ. എത്ര കേസസ് ഹോസ്പിറ്റലിൽ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നേ, സേഫ് ആയിട്ടിരിക്കണം. നീ ഇവിടെ തന്നെ ഇരിക്കേ. ബ്രോ പ്ലീസ്. ദേ അലക്സ്, ഒന്ന് മിണ്ടാതിരിക്കേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോക്കിക്കോളാം. അഥവാ സ്പേസ് തികഞ്ഞില്ലെങ്കിൽ ഞാനേ ക്യാബ് ബുക്ക് ചെയ്തോളാന്നേ. പ്രശ്നം കഴിഞ്ഞല്ലോ. ഓക്കെ. സോറിടാ, ഞാൻ പറഞ്ഞിട്ടും ചേട്ടൻ കേൾക്കുന്നില്ല. ശരി, വിട്ടേക്കേ. അഥവാ സ്പേസ് തികഞ്ഞില്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ല, ആരൊക്കെയാ വരുന്ന പോലും? അത് പൈങ്കിളിയും പിന്നെ അവളെ കസിനോ അങ്ങനെ ആരോന്നാ പറഞ്ഞേ. അല്ല, അപ്പോ വീണയും തമ്പുരും അവരൊന്നില്ലേ? ഹേയ് ഇല്ലടാ, പൈങ്കിളിന്റെ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടല്ലേ വന്നേ. നമ്മളാണെങ്കി ഇവിടെ വേറെ ആരും കണ്ടില്ലല്ലോ. എന്റെ ഒരു കാഴ്ചപ്പാടിലും ഇവര് തമ്പുരും വീണ ഉണ്ടെന്നൊന്നും പറയണ കേട്ടില്ല. നമ്മളാണെങ്കിൽ ഇന്നലെ പൈങ്കിളിന്റെ കസിനെ കണ്ടതല്ലേ. പോരാത്തതിന് പൈങ്കിളി ലച്ചു ചേച്ചിന്റെ കസിനും പാടിയല്ലേ. അതുകൊണ്ട് ആ കസിനും വേറെ ആരെങ്കിലും ആയിരിക്കും. അവരാവാൻ ചാൻസ് ഇല്ല. ശരിക്കും ലച്ചു ചേച്ചി തന്നെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്തേലും അവരെന്നെ ആയിരിക്കും. എന്തേ, നീ ഹാപ്പി ആയില്ലേ? അത് പിന്നെ എല്ലാരും കൂടെ പോകുമ്പം ഒരു ഹരല്ലേ, അതാ, വേറൊന്നല്ല. ഓക്കെ. അല്ലടാ, എന്നാലും തമ്പുരു ഉണ്ടാവുമ്പം വീണെന്തായിരിക്കും ഇല്ലാത്തത്? അത് അറിയത്തില്ലടാ. ചിലപ്പം ഞാനെങ്ങാനും ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഹേയ്, ഒന്ന് പോടാ. വീണക്കൈന് നിന്നോടെന്താ? ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ? പിന്നെന്താ? അല്ല, ഞാനൊരു ചാൻസ് പറഞ്ഞതാ. ഇനിയിപ്പോ ഞാനുണ്ടാവോ അങ്ങനെ എന്തെങ്കിലും അവക്ക് ഫീൽ ചെയ്തിട്ടാണെങ്കിലോ? ഓ പിന്നെ അങ്ങനൊന്നും ഉണ്ടാവത്തില്ലടാ. ചിലപ്പം അവക്കെന്തെങ്കിലും വയ്യായിക ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആനേനെ നോക്കാണ്ടാവും. അങ്ങനെ അവളെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കുന്നേ. അല്ലാതെ അവള് വരാണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. അവള് വന്നിരുന്നെങ്കിൽ മിക്കവാറും ഞാൻ ക്യാബ് എന്നെ ബുക്ക് ചെയ്ത് വന്നേനെ. അതെന്താടാ, അവളെന്താ നിന്നെ പിടിച്ച് തിന്നോ? അല്ല, അത് പിന്നെ വെറുതെ അവക്കെന്തിനാ ഞാനൊരു ഡിസ്റ്റർബ് ആയിട്ട് നിക്കണേന്ന് കരുതി. ഓ പിന്നെ നീ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നേ? അതൊക്കെ നിന്റെ തോന്നലാ. അവളിപ്പോ നിനക്ക് നല്ലൊരു ഫ്രണ്ട് അല്ലേ? അങ്ങനെയും പറയാം. അവര് വരുന്നുണ്ടെന്നാ തോന്നുന്നേ. വരട്ടെ, നമ്മളെ കണ്ടിട്ടുള്ള അവരുടെ റിയാക്ഷൻ നല്ല കോമഡി ആയിരിക്കും. നോക്കിക്കോ. അത് ഉറപ്പല്ലേ, പ്രത്യേകിച്ചും തമ്പുരിന്റെ റിയാക്ഷൻ. ജിമിന്റെ മനസ്സിലൊരു സീറ്റ്